ജാക്കറ്റ് വരെ എറിഞ്ഞാലോ? എനിക്ക് കുറേ നേരം ഇരുന്ന് ചിരിക്കുമ്പോൾ എനിക്ക് ഇവിടെ ഇരുന്നൊരു വേദന എടുക്കട്ടോ. എന്നാന്ന് എനിക്ക് അറിയില്ല. അടിപൊളി കാറ്റാണ് കേട്ടോ, നല്ല രസം. അതെ, പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്ന കാഴ്ച ഇതാണ്. നല്ല രസമാണ് കേട്ടോ അവിടെ. അയ്യോ, അങ്ങ് ദൂരെ നോക്കി. ഫ്രണ്ട്സ്, ഐ ആം ദിവ്യ ബ്രിൻഡോ ആൻഡ് വിത്ത് ഐ ആം ബ്രിൻഡോ. ഞങ്ങളത് എക്സ്പ്ലോറിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. മൂന്നാറാണ് സ്ഥലം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ പൂവൊക്കെ പൂത്ത് വിളഞ്ഞ് നിൽക്കുന്ന സമയമാണ്. നല്ല മൺസൂൺ മഴയുടെ സമയമാണ്. അപ്പോൾ മഴ കാണാനും മഞ്ഞ് കാണാനൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാരുടെ തിരക്കാണ് കേട്ടോ ഇവിടെ മൊത്തം. അപ്പോൾ മൂന്നാർ ടൗൺ ഫുൾ തിരക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഗ്യാപ്പ് റോട്ടിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വഴിയൊക്കെ നല്ല രസമുള്ള വഴിയാണ്. തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് അധികം ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ നല്ല സമാധാനമായിട്ടുള്ള ഒരു ഡ്രൈവ് അല്ലേ? അതെ, അടിപൊളി വഴിയാണ്. വഴി ഒന്ന് കാണിച്ചു നോക്കി. അത് വഴികൾ അടിപൊളി വഴിയാണ്. നമ്മൾ ഡ്രൈവിങ്ങിനൊക്കെ ആണെങ്കിലും പറ്റിയ വഴിയാണ്. നമ്മൾ വണ്ടിയായിട്ട് ഇങ്ങനെ ഇറങ്ങിയേക്കുവാണ്. ട്രാഫിക് കുറവാണ്, ട്രാഫിക് ഇല്ല, എല്ലാം അടിപൊളിയാണ്. പിന്നെ കാണാൻ നല്ല നല്ല കാഴ്ചകളും ഉണ്ടല്ലോ ഈ ഒരു റൂട്ടിൽ. എനിക്ക് തോന്നുന്നു ചുറ്റും തേയിലത്തോട്ടവും അതുപോലെ തന്നെ നല്ല ഹിൽസും എല്ലാം കണ്ട് ഇങ്ങനെ പോകാൻ. ചുമ്മാ ഓടിച്ചാൽ മതി, പ്രത്യേകിച്ച് നിർത്തി കാണണമെന്ന് പോലും തോന്നില്ല. ഇങ്ങനെ ഓടിച്ച് പോകാൻ തോന്നും. എല്ലാം ഭംഗിയുള്ള വഴിയാണ് അല്ലേ? നല്ല വീതിക്കല്ലേ ചെയ്ത്, നല്ല മനോഹരമായിട്ടല്ലേ ചെയ്തേക്കുന്നത്. അതെ അതെ, രസമാണ്. അപ്പോൾ എന്ത് രസമാണ് തേയിലത്തോട്ടം കാണാനായിട്ട്. ഈ മൂന്നാറിലെ ആൾക്കാർ വരുന്നത് തന്നെ തേയിലത്തോട്ടവും മലകളും കാണാനായിട്ടോ, മഞ്ഞും തണുപ്പും ഒക്കെ. ഇത് നോക്കി എന്ത് രസമാണ്, നല്ല രസമുണ്ടല്ലേ? അടിപൊളി. ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം ഇനി മൂന്നാറ് വരേണ്ടിയിരിക്കുന്നു, ഫുൾ സെറ്റപ്പായിട്ട്. എൻ്റെ ഒരു സങ്കല്പത്തിൽ കിടക്കുന്ന കുറേ നാളായിട്ട് കിടക്കുന്ന ഒരു സാധനമാണ് ഈ മഞ്ഞും അതുപോലെ തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് നല്ല മഞ്ഞ കളർ ഫ്രോക്കൊക്കെ ഇട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട്. പക്ഷെ അതിന് അവസരം കിട്ടണ്ടേ? എന്ത് രസമാണ് കാണാൻ. ഭയങ്കര രസമാണ് കേട്ടോ. അയ്യോ, അങ്ങ് ദൂരെ നോക്കിയാൽ നമുക്ക് ഇളം പച്ച കളറും കരിമ്പച്ച കളറും എല്ലാവരും മിക്സായിട്ട്, എനിക്ക് തേയില ആ ഒരു എന്താ തളിരിലയാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഇളം പച്ച കളറിൽ കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. മൊത്തത്തിൽ ചുറ്റും നോക്കുകയാണെങ്കിൽ മൊത്തം വ്യൂയോട് വ്യൂ. അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വണ്ടി നിർത്തി വ്യൂ കാണുന്നുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. മൊത്തത്തിൽ തിരക്കാണിപ്പോൾ ഈ ഒരു ടൈമിൽ. ഇന്ന് ദൂരെ നോക്കിയാൽ ഇതൊരു മഞ്ഞാണ്, കല്ലിൻ്റെ ഇടയ്ക്കൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എൻ്റെ പൊന്നേ മതി. വെറുതെ ആണോ ആൾക്കാരെല്ലാവരും കൂടെ ഇടിച്ചു കൂത്തി മൂന്നാറിന് തന്നെ. ആ മല ഇപ്പുറം മൊത്തം മഞ്ഞാണ് കേട്ടോ, ഒന്നും കാണത്തില്ലാത്ത രീതിയിലുള്ള മഞ്ഞാണ്. ഇവിടെ നിർത്തിയോ? ഡ്രോൺ ഷോട്ട് എടുക്കാനായിട്ട് തിരിച്ചിട്ട് ഡ്രോൺ ഷോട്ട്. ട്രക്കിന് ഈ പാറയുടെ മുകളിൽ നമ്മൾ കയറിയത്. ഏതോ ഇതിന്റെ മുകളിൽ നമ്മൾ ആ മലയുടെ ടോപ്പിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്ന കാഴ്ച ഇതാണ്. നല്ല രസമാണ് കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച. ഭയങ്കര കാറ്റാണ്, നല്ല ക്ലൈമറ്റാണ്, പക്ഷെ തണുപ്പും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ടൊരു ജലദോഷം പിടിക്കണുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. മിക്കവാറും നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും പനിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാനൊക്കെ. വാവ്, സൂപ്പറായിട്ടുണ്ടല്ലേ. അപ്പം ഈ മൂന്നാറിൻ്റെ ഈ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ആൾക്കാരെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അതുപോലെ ക്ലൈമറ്റും അടിപൊളിയാണ്. കിട്ടിയ സ്പോട്ട് ഡ്രോൺ ഷോട്ട്. എന്താ ഡ്രോൺ പറന്നു പോവോ കാറ്റത്ത്? നല്ല കാറ്റുണ്ട്, അടിപൊളി കാറ്റാണ് കേട്ടോ, നല്ല രസം. ജാക്കറ്റ് ഊരി കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. ജാക്കറ്റ് ഊരി എറിഞ്ഞാലോ? അടിപൊളി കാറ്റാണ്, നല്ല രസം. അപ്പം നമ്മൾ റോട്ടിക്കടെയുള്ള എക്സ്പ്ലോറിംഗ് ഒക്കെ കുറച്ചിട്ട് ഒരു വഴിയിലൂടെ കയറിയിരിക്കുകയാണ്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല,
നമ്മൾ ഈ വണ്ടിയുടെ വീഡിയോ പിടിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് സ്വസ്ഥമായിട്ടൊരു സ്ഥലം അത് അന്വേഷിച്ചാണ് നമ്മൾ പോകുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിറയെ വ്യൂ, അങ്ങനെ ഒരു സ്ഥലം. ഈ വഴി എങ്ങോട്ടായിരിക്കും പോകുന്നത്? നമുക്ക് പോയാലോ? പോയി അങ്ങ് പോയാലോ? നല്ല രസമുണ്ടല്ലോ ഇവിടെ കാണാനായിട്ട്. ഇവിടെ വീഡിയോ പിടിക്കാൻ നല്ല സ്ഥലമാണല്ലോ. ഈ വണ്ടി കൊണ്ട് ഓഫ് റോഡ് ചെയ്യാനാണോ പ്ലാൻ? ചെയ്യാം അല്ലേ? നല്ല രസമാട്ടോ ഇവിടെ നോക്കിയാലേ. ഒരു ഇടവഴി കൂടെ കയറിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴ തോന്നുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പദ്ധതികളെല്ലാം കുളമാവും. കാരണം മൈക്ക് നനയും, അതൊരു പ്രശ്നമാണ്. അപ്പോൾ എന്താണേലും മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഷോട്ടൊക്കെ എടുത്ത് നമുക്ക് തിരിച്ചു പോകണം. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി നല്ലൊരു പൊസിഷനിൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വണ്ടി മൂവ് ചെയ്യുന്ന പോലും നമ്മൾ അറിയില്ല കേട്ടോ. അതാണ് വണ്ടിയുടെ ഒരു പ്രത്യേകത. ഹായ്, ഐ ആം പ്രിൻഡോ. ഷുഡ് ഐ ബൈ ആൻ EV നൗ? എല്ലാവരും മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. ഞാൻ ആകെ മൊത്തം ടയേർഡായിട്ടോ. ഐ ആം പ്രിൻഡോയ്ക്ക് വീഡിയോ എടുത്ത് ഞാൻ ടയേർഡായിപ്പോയി. 2 മണിക്കൂർ നിർത്താതെ വീഡിയോ എടുത്ത് എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും മേടിച്ചു തന്നില്ല എന്റെ സ്വഭാവം മാറും കേട്ടോ. അല്ലെ തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമായി. പണിയെടുപ്പിച്ചിട്ട് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. വേദനയോ എന്തൊക്കെയാന്ന് എനിക്ക് അറിയില്ല. കാറ്റും അടിച്ച് എനിക്ക് പനി പിടിക്കാൻ പോണേന്ന് എനിക്ക് തോന്നേ. എന്നാ തണുപ്പിന്റെ അങ്ങേറ്റത്തേക്ക് പോവുകയും ചെയ്യണം. ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ്. ഞാൻ ടയേർഡായിരുന്നു. എനിക്ക് ആ തേയിലത്തോട്ടത്തിനകത്തേ ഭക്ഷണം മേടിച്ചു തരാം, നീ എനിക്ക് ഇപ്പൊ തന്നെ വേണം. സമയം എത്രയായി? 12:15. 1 മണി വിട്ടു പോയ എന്റെ സ്വഭാവം മാറും. ഇവിടെ നമുക്ക് അലിബാബ ഉണ്ട്. അലിബാബ ആണെങ്കിൽ കൊള്ളാം, എവിടെയാണെങ്കിൽ കൊള്ളാം. എനിക്ക് ഭക്ഷണം വേണം. ഇതുപോലെ ഒരു അലിബാബ ഒരു തീറ്റപ്പിരാന്തി. എനിക്ക് ആകെ മാത്രം ഇതായി. ഞാൻ 2 റീൽസ് ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചോട്ടെ ഗൈസ്. അതൊന്നും നടത്തിയില്ല. അതെ KSRTC എൻ്റെ അമ്മ. അപ്പൊ അതൊന്നും നടത്തിയില്ല. ആശാൻ നമ്മളെ അങ്ങോട്ട് ഊറ്റി പിഴിഞ്ഞ് അവിടെ 2-3 മണിക്കൂർ നമ്മളെ അങ്ങോട്ട് വീഡിയോ അടുപ്പിച്ച്. അത് ശരിയാ. പക്ഷെ നമ്മുടെ ഏതവസ്ഥയും നമ്മളെടുത്ത് വ്ളോഗ് ഇടുന്നതാണ് നമ്മുടെ ജോലി. നമ്മളെത്തിയിരിക്കുന്നുണ്ടോ? അലിബാബ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്. നമ്മളിവിടെ കയറി കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഒന്ന് റീചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ സെറ്റാവും. അപ്പോൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കായിരിക്കും. റീൽസ് എടുക്കാൻ തേയിലത്തോട്ടത്തിൽ ഒരു വ്ളോഗ് എടുക്കാൻ സമ്മതിക്കില്ലല്ലേ. അപ്പോൾ റീൽസ് എടുക്കാനായിട്ട് എന്നെ തേയിലത്തോട്ടത്തിൽ കൊണ്ടുപോകുന്ന വെച്ചാൽ ആൾ കൊണ്ടുപോകില്ല കേട്ടോ. വണ്ടിയുടെ റിവ്യൂ ഒക്കെ ആണെങ്കിൽ ആൾ കൊണ്ടുപോകും. അതാണ് സ്വഭാവം അല്ലേ? ഇത് മതിയോ ചേട്ടാ? ഇത് മതിയോ ചേട്ടൻ? കാണുന്നില്ലേ? അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഷെഷ്വാൻ നൂഡിൽസ് ആൻഡ് ചിക്കനാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അടിപൊളിയായിരുന്നു. കുറച്ച് സ്പൈസി ആയിരുന്നു, എന്നാലും നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മളിത് ഹാപ്പി ആയിട്ട് നമ്മൾ ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അടിപൊളി കറിയൊക്കെ ആയിരുന്നു കേട്ടോ. എന്താണേലും ഈ മൂന്നാർ വരുന്നവർ ഇവിടെ ഒന്ന് കയറുന്നത് നല്ലതായിരിക്കും. നല്ലൊരു റെസ്റ്റോറൻ്റാണ്. എനിക്കും പ്രിൻഡോയ്ക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമ്മൾ മൂന്നാറിൽ നിന്ന് തിരിച്ച് പോവാണ്. സത്യം പറഞ്ഞ വ്ളോഗ് ഒന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു കൺക്ലൂഷൻ ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്യാമറ എടുത്ത് ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ടയേർഡായി ഞാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നലത്തെ പരിപാടി, അതായത് ഈ വണ്ടിയും കൊണ്ട് പോവുമായിരുന്നു. വണ്ടീനെ പറ്റി റിവ്യൂ ചെയ്യാനായിട്ടാണ് പോയത്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഈ സെയിം വണ്ടിയിൽ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റി. അപ്പോൾ പിന്നെ എന്താ, അവരോടൊക്കെ വർത്താനം പറഞ്ഞ് ചിരിച്ചുമൊക്കെ എനിക്ക് കുറേ നേരം ഇരുന്ന് ചിരിക്കുമ്പോൾ എനിക്ക് ഇവിടെ ഇരുന്നൊരു വേദന എടുക്കട്ടോ. എന്നാന്ന് എനിക്കറിയില്ല. തലയ്ക്കൊക്കെ. ഇതിനു മുമ്പ് ഈ വേദന ഉണ്ടായത് ഞങ്ങളുടെ കല്യാണത്തിന് സ്റ്റേജിൽ റിസപ്ഷന് നിന്നപ്പോഴാണ്. ഒത്തിരി പേരെ കണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ ചിരിച്ച് ഇവിടെ വേദനയായിരുന്നു. എടുക്കുന്നതാണോന്നാ? അല്ല, എനിക്ക് അങ്ങനെ ഉണ്ട്. എനിക്ക് കുറേ നേരം ചിരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇരുന്ന് വേദന എടുക്കും. അപ്പം അങ്ങനെ ആ വേദന ഉണ്ടാകുന്ന ആ വേദനയോട് കൂടിയാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. അത് കഴിഞ്ഞ് എണീറ്റ് ഒരാൾ എന്നെ കൊണ്ടുപോയി വീഡിയോ പിടിക്കാനായിട്ട്. 2 മണിക്കൂർ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തലവേദന കൂടി കേട്ടോ. പിന്നെ തൊണ്ടവേദന, പനിക്കാനാണോ എനിക്കറിയില്ല. ഭയങ്കര ടയേർഡായി.
അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ്. നമ്മൾ ഇപ്പം എവിടെ എത്തി? അടിമാലി എത്തി. ഇനി ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തൊടുപുഴ എത്തുന്നതാണ്. തൊടുപുഴ എത്തിയിട്ട് എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. തൊടുപുഴ എനിക്ക് 1:30 ആകുമ്പോൾ എത്തേണ്ടതായിരുന്നു. ഇപ്പോൾ സമയം എത്രയായി? ഇപ്പം തന്നെ 2:30 ആയെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം 2:05. നല്ല ഫാസ്റ്റായിട്ട് വണ്ടി ഓടിക്കുന്ന ആളായതുകൊണ്ട് ഒരു 3:45 ആകുമ്പോൾ എത്തുമായിരിക്കും. ഇനി ഇതിൽ സ്പീഡിൽ ഓടിക്കണ്ട കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞെന്ന് ഒന്നാമതിന് നല്ല സ്പീഡാണ്. അത് പോട്ടെ. എനിവേ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അവിടെ ചെന്നിട്ട് നമുക്കൊരു അടുത്തൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഫാഷൻ ഷോ വരുന്നുണ്ട്. അപ്പോൾ ആ ഫാഷൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് തൊടുപുഴ നേരത്തെ ചെല്ലേണ്ടിയിരുന്നത്. നമുക്ക് ചെല്ലാൻ പറ്റിയില്ല, പലവിധേന തിരക്കുകൾ കാരണം ചെല്ലാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അതിൻ്റെ ഫാഷൻ ഷോയുടെ ആ ഒരു റിഹേഴ്സലൊക്കെ കഴിയുമായിരിക്കും, എനിക്കറിയില്ല എപ്പോൾ എത്തുമോ. നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഫാഷൻ ഷോ ഒക്കെ വരുന്നുണ്ട്, എല്ലാവരും കാത്തിരിക്കണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ബൈ 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 ബൈ.